ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മുടെ ഈ ഫുട്ബോൾ 2025 എൻ്റെ ആവണതിനെ സംബന്ധിച്ച് നമ്മുടെ അക്കൗണ്ട് റിവ്യൂവും കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. നമ്മുടെ അക്കൗണ്ടിലെ എല്ലാ പ്ലെയേഴ്സിനെയും എല്ലാ മാനേജർമാരെയും എല്ലാവരും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇട്ടത്. അപ്പോൾ ഗെയ്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗെയ്സ്, ഞാൻ ആദ്യം തന്നെ എൻ്റെ മാനേജർ ലിസ്റ്റിൽ മാനേജർമാരെ കാണിച്ചു തരാം ഗെയ്സ്. അപ്പോൾ നമ്മുടെ 3 ബൂസ്റ്റർ മാനേജറാണ് ഉള്ളത്. അതിലൊരെണ്ണം റൈക്കാർഡ്, ഞാനിപ്പോൾ ഇട്ടേക്കണ മാനേജറാണ്, ബെസ്റ്റാണ് മാനേജർ. പിന്നെ നമ്മുടെ ഡ്രാഗൺ സ്റ്റജോവിക്ക്, ഇയാളും ബെസ്റ്റ് മാനേജർ തന്നെയാണ്. ക്യുക്ക് കൗണ്ടറും ഔട്ട് വൈഡും ആണിത്. റൈക്കാർഡ് ലോങ് ബോൾ കൗണ്ടറും പൊസിഷൻ ഗെയിമും. ഞാൻ ലോങ് ബോൾ കൗണ്ടർ കളിക്കാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ ബാക്ക് ചെയ്ത മാനേജർ നമ്മുടെ സൗത്ത് ഗേറ്റ് ഗൈസ്. പിന്നെ നമ്മുടെ പെപ് ഗാർഡിയോള, പിന്നെ നമ്മുടെ ഗസ്പെറിനി. ഇത് ഇയാളോടുള്ള ഇതുകൊണ്ട് എടുത്തേണ്ട ഇത് പണ്ടത്തെ ബെസ്സിൽ അറിയായിരിക്കും. പിന്നെ നമ്മുടെ ലോങ് ബോൾ കൗണ്ടറിൻ്റെ ബേസ് മാനേജർ ഭയങ്കര എഫക്റ്റീവായിരുന്നു പണ്ട് ഡിവിഷൻ കളിക്കുമ്പോൾ. പിന്നെ ഇതിലുള്ള ജേഴ്സി കളക്ഷൻ കാണിച്ചു തരാം ഗെയ്സ്. എൻ്റെ ടോട്ടൽ 24 ജേഴ്സീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജേഴ്സികൾ. ഫ്രീ ആയിട്ട് കിട്ടിയതൊക്കെ തന്നെയാണ്. മറ്റേ പാക്കിൽ നിന്നൊന്നും എടുത്തിട്ടില്ല ജേഴ്സി ഒന്നും. നമുക്ക് പ്ലേയേഴ്സിനെ ഇതിനകത്ത് കിടക്കാം. ഇതിനകത്ത് ഓക്കെ, നമുക്ക് താഴത്തുനിന്ന് തുടങ്ങാം കേട്ടോ. എൻ്റെ ഏകദേശം 550 387 പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ. 387 പ്ലേയേഴ്സിൽ കുറേ ബേസാണ്. നമുക്ക് നേരെ പ്ലേയേഴ്സ് റിവ്യൂ എടുക്കാം. ഇവിടെയൊക്കെ ബേസാണ്, കുറേ മൂഞ്ചിപ്പിച്ചാണ്. അനിൽ താപ്പ ഇന്ത്യൻ പ്ലേയേഴ്സാണ് കേട്ടോ വന്നു തുടങ്ങിയേക്കണ. രാഹുൽ ബാക്കി വന്നു. അതേ നമ്മുടെ ചാനത്തെ, പിന്നെ നമ്മുടെ പെനാൽറ്റിത്തെ ഡെയിലി ഗെയിം, പിന്നെ ബുട്സ്കെറ്റ്സ്, പിന്നെ ഡ്രോഗ്ബയുടെ ഒരു 2-3 കാർഡ് ഉണ്ടായിരുന്നു ഗെയ്സ്. ഞാൻ പിന്നെ കുറേ കളഞ്ഞു. പിന്നെ ഇത് കളയാണ്ട് വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ റൊണാൾഡോയുടെ ഒരു കാർഡും, പിന്നെ അർണോൾഡ്. ഇവരൊന്നും ഞാൻ ട്രെയിൻ ആക്കിയിട്ടില്ല. ഇപ്പോൾ പിന്നെ പുതിയതായിട്ട് കിട്ടിയ മെസ്സി, പിന്നെ സാല, പിന്നെ ബുക്കായില്ല സാക്ക. പിന്നെ ഒരു ബേസ് പ്ലെയറാണ് ഗെയ്സ്, നമ്മ വീഡിയോസിനൊക്കെ വേണ്ടി എടുത്താണ്. പിന്നെ ചെറുക്കിയുടെ ഒരു ബേസ് കാർഡ്. പിന്നെ ഒരു പ്ലെയർ അൺഅവൈലബിൾ ആയിട്ടുണ്ട്, അത് ആരൊന്നും അറിയില്ല. സാൻ മാക്സിമിൻ്റെ കാർഡ് ഉണ്ട് ബേസ്. പിന്നെ ഗുർപ്രീത് ഗെയ്സ്, പിന്നെ സഹൽ അബ്ദുൽ സമദ്, റാഷ്ഫോർഡ്, എസ്റ്റേവോ, പിന്നെ നമ്മുടെ കുഞ്ഞു പ്ലെയർ, അതിൻ്റെ പേര് അറിയില്ല കൃത്യമായിട്ട്. പിന്നെ നമ്മുടെ പാബ്ലോ ടോറെ. പിന്നെ നമ്മുടെ ഒരു ക്രോസിങ്ങിനൊക്കെ പറ്റിയൊരു പ്ലെയർ ഉണ്ട്. പിന്നെ നമ്മുടെ ഇംഗ്ലണ്ട് പ്ലെയർ പാക്ക് ചെയ്താൽ നമ്മുടെ ഒരു CMF ഉണ്ട്. പിന്നെ കസമീറോയുടെ കാർഡ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എടുത്താണ് ഈ ഒരു കാർഡ്. പിന്നെ നമ്മുടെ വാർഡെ, പിന്നെ ഡിയാഗോ കോസ്റ്റ. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ്, നല്ലൊരു കാർഡാണ്. പിന്നെ അതായത് ഇവൻ്റെ ഈ ഒരു കാർഡ് 2 വിങ് ബാക്കും കളിക്കും. പിന്നെ നമ്മുടെ പുയോള് ഡിസ്റ്റോയറാണ്. മുഹമ്മദ് കുഡൂസ്, സുവാരസ്, ഇസാക്കല്ല ഐക്കാർഡിനൊക്കെ ഭയങ്കര ആഗ്രഹിച്ച് കിട്ടിയതാണ്ടാ, പക്ഷെ ഇറക്കാറില്ല. എമിലിയാനോ മാർട്ടിനസ്, മിത്തോമ, ന്യൂനസിൻ്റെ ഭയങ്കര ബാഡ് കാർഡാണിത്. പിന്നെ റാഫിന, പിന്നെ ലാക്കൻ, മറ്റേ PSG ചെയ്ത പ്ലെയർ ലാക്കിൻ അങ്ങേര്. പിന്നെ ഡീമരി ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു ബെസ്റ്റ് പ്ലെയർ തന്നെയാണ് വേൻ, പേരൊന്നും വായിക്കാൻ അറിയണില്ല. പിന്നെ നമ്മുടെ ഡെനിസ് ഡൗ, പിന്നെ പാക്സിയോ, പിന്നെ നമ്മുടെ ഒറ്റമൻ്റെ ഉണ്ട്. ഒറ്റമൻ്റെ ഒരു കാർഡ് ഉണ്ടായില്ല, അങ്ങനെ കിട്ടിയതാണ്. നമ്മുടെ UCയിൽ ഇറക്കിയപ്പോൾ കിട്ടിയതാണ്. പിന്നെ കോസ്റ്റിച്ച് ഗൈസ് നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് നിർത്തുകയാണ്. കോസ്റ്റിച്ച് സീനാണ് ഗൈസ്. പിന്നെ സഫേസായി, പിന്നെ നമ്മുടെ ഗോട്ട് ആൻ്റണി ഗൈസ് 53 മാച്ച് ഞാൻ കളിപ്പിച്ചിട്ടുണ്ട്. പിക്ഫോർഡ് ഇംഗ്ലണ്ട് ബാക്ക് ചെയ്ത, ഹാരി മെഗ്വയർ ഇംഗ്ലണ്ട് ബാക്ക്, നമ്മുടെ ഇവൻ ഇംഗ്ലണ്ട് ബാക്ക്, ഗോർഡൻ ഇംഗ്ലണ്ട് ബാക്ക്, ഗാവി അത്യാവശ്യം തരക്കേടില്ലാത്ത പെർഫോമൻസ് തരുന്നുണ്ട്, പക്ഷേ റേറ്റിങ്ങില്ലാത്തതുകൊണ്ട് നമ്മൾ അധികം ഇറക്കാറില്ല. പിന്നെ നമ്മുടെ ഒരു ഗില്ല് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. പിന്നെ ഡാനി ഓൽമോ, പിന്നെ എൻഡോ, ഒരു ആങ്കർമാൻ കാർഡാണ്, ബെസ്റ്റ് കാർഡ് തന്നെയാണ്. പിന്നെ നമ്മുടെ സിർക്കി ഫ്രീ ആയിട്ട് കൊടുത്തത്, ജോഡി അലബ
പിന്നെ ഒക്കഫോർ കൊള്ളൂല കേസ്. പിന്നെ അന്റോണിയോ, പിന്നെ നമ്മുടെ ഒരു വിങ്ങർ ഉണ്ട്, വലിയ സ്റ്റാറ്റൊന്നുമില്ല. പിന്നെ നമ്മുടെ ബാറ്റിസ്റ്റൂട്ട 82 കളി കളിപ്പിച്ചിട്ടുണ്ട്. റാഫിലിയോ 432 കളി കളിപ്പിച്ചിട്ടുണ്ട് കേസ്. ഇത് നമ്മുടെ മെയിൻ കാർഡായിരുന്നു, ഇപ്പം നമ്മൾ ഇറക്കാറില്ല. പിന്നെ വാൾക്കർ, ഇത് നമ്മുടെ മെയിൻ കാർഡായിരുന്നു. ഇനി വരാൻ പോണതൊക്കെ നമ്മുടെ പണ്ടത്തെ മെയിൻ കാർഡല്ലാണ്ട. ഇവൻ നമ്മുടെ മെയിനായിരുന്നു. ടോണി ക്രൂസ് നമ്മുടെ മെയിനായിരുന്നു. ഡേവിസിനെ അധികം ഇറക്കിയിട്ടൊന്നുമില്ല. ഡിമാർക്കോ, ടിയോ ഹെർണാണ്ടസ് ഇതൊന്നും ഇറക്കിയിട്ടില്ല കേസ്. വാൻ, പിന്നെ നമ്മുടെ സാൻജോ, നമ്മുടെ ഹസാഡ് പറഞ്ഞതിന് മുമ്പ് നമ്മുടെ ലെഫ്റ്റ് ഭരിച്ചിരുന്ന ഇവനായിരുന്നു. പിന്നെ നമ്മുടെ സെർലോത്ത്, പിന്നെ നമ്മുടെ ജോർജീനോ തന്നെയല്ലേ, ലൂക്ക മോഡ്രിച്ച്, പിന്നെ നമ്മുടെ പവാഡ്, പിന്നെ നമ്മുടെ മൊറാട്ട ഉണ്ട്, കോസ്റ്റകട്ട. പിന്നെ കോസ്റ്റകട്ടനെ അറിയാത്തവരുണ്ടാവില്ല, 1398 മാച്ച് കളിപ്പിച്ചിട്ടുണ്ട്. റോഡ് ടു 1400 മാച്ച് ആകുമ്പോൾ. ഇനിയസ്റ്റനെ ഒരു കളി കളിപ്പിച്ചിട്ടുള്ളൂ. നമ്മുടെ വേറെ കാർഡ് ഉണ്ട് ഇനിയസ്റ്റയുടെ. പിന്നെ റിബറി, ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഫ്രീ കാർഡുകളാണ് ഇതൊക്കെ, ഫ്രീ ആയിട്ട് കിട്ടിയ കാർഡുകളാണ് കേസ്. പിന്നെ കോസ്റ്റ നോമിനേറ്റിങ്, പിന്നെ ഡിയാബി ഹൈലൈറ്റ്, പിന്നെ നമ്മുടെ ഇവൻ നല്ല പെർഫോമൻസ് ആണ് അവൻ. പിന്നെ നമ്മുടെ അൽവാരസിനെ കുറേ കറക്കി എടുത്താണ്. യമാല്, സണ്ണ്, പിന്നെ കൊണാട്ട, പിന്നെ നമ്മുടെ 2 ഹൈലൈറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. നമ്മുടെ മാർട്ടിനൽ മറ്റേ ഇതിൽ നിന്ന് എടുത്താണ്, ഒരു ഉപകാരത്തിലും പെട്ടിയില്ല. എന്നിട്ട് ഇറക്കി നോക്കിയിട്ടില്ല കേട്ടാ മറ്റേ മാർട്ടിനലിയുടെ സ്റ്റാറ്റ് ഇറക്കി നോക്കിയിട്ടില്ല കേട്ടാ കേസ്. ഇത് ബെസ്റ്റ് കാർഡാണ് കേട്ടോ, മാത്തസ് ക്യൂന. നമ്മൾ ഫ്രണ്ട്ലി മാത്രമേ വെക്കാറുള്ളൂ. പക്ഷേ പിന്നെ നമ്മുടെ ഇവൻ ഫ്രാൻസിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് പ്ലെയർ, പിന്നെ ഡേവിഡ് ഡികെ, ലിസൻഡാറോ മാർട്ടിനസ്, പിന്നെ നമ്മുടെ കൊളുബാലി, റാഫിൻഹ, അങ്ങനെയൊക്കെ കുറേ പേരുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ ഒരു കീപ്പറുണ്ട്, നമ്മൾ 900 പൊട്ടിച്ചപ്പോൾ കിട്ടിയതാണ്. നമ്മുടെ ഒരു ടോറസാണ്, മറ്റേ എഡ്ജഡ് ക്രോസ് മറ്റേ ഇതിൽ നിന്ന് എടുത്തതാണ്. ഒരു സെലക്ഷൻ കോൺട്രാക്ട് കൊടുത്തെടുത്താണ്. മറ്റേ ജെറാഡ് ഉണ്ട്, ഇത് പണ്ട് നമ്മുടെ ഉണ്ടായിരുന്നുണ്ട് പെസ്സിൻ്റെ സമയത്ത്. പിന്നെ ബെർക്യാമ്പ്, ഇതും നമ്മുടെ പെസ്സിലുണ്ടായിരുന്നു. ജെറാഡ് പണ്ട് 1 ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു ഗൈസ്, ബെസ്റ്റ് CMF. പിന്നെ ബെക്കംബോറിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഗൈസ്, പണ്ട് മെയിനായിരുന്നു. പിന്നെ ഗ്രീസ്മാനെ കുറേ കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ലൂക്ക മോഡ്രിച്ചാണ്. പിന്നെ ഒസിമാൻ ഇപ്പം ഈ കാർഡ് യൂസ് ചെയ്യാറില്ല, വേറൊരു കാർഡ് ഉള്ളതുകൊണ്ട്. സാല, ഡൊണറുമ, ലൂയിസ് ഡയാസ് മെയിനായിരുന്നുണ്ട് ടീമിൽ. ഡൊണറുമ മെയിനായിരുന്നുണ്ടാ. ഡൊണറുമനെ കുറേ 213 കളി, 1 ഗോള്. നിക്കോ വില്യംസ്, പിന്നെ മാനുവൽ ന്യൂയറും കുറേ കളിപ്പിച്ചിട്ടുണ്ട്. ഗബ്രിയൽ ജീസസ്, അർണോൾഡ്, ഒബ്ലാക്ക്. പിന്നെ ന്യൂ ഇയറിൻ്റെ വേറൊരു കാർഡ്, മാക്കലീസ്റ്ററിൻ്റെ കാർഡ്, ഫെറാൻ ടോറസ്, ഗോർഡൻ, ഡംബെലെ, ലൗതാറോ മാർട്ടിനസ്, ഒബ്ലാക്ക്. അങ്ങനെയൊക്കെ കുറേ കാർഡുകളുണ്ട് ഗെയ്സ്. ഡിമാർക്കോ, മെക്കാനോ, സാവിനോ, ഹക്കീമി, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ ഫെർണാണ്ടോ ടോറസ് മറ്റേ ഫ്രീ ട്രൈ വന്നപ്പോൾ കിട്ടിയതാണ്, കുറേ ഫ്രീ എപ്പിക്ക് വന്നപ്പോൾ. പിന്നെ വിൽച്ചർ പെനാൽറ്റി മറ്റേ ഡെയിലി ഗെയിം. പിന്നെ ടോറസ് പാക്ക് 500-ൻ്റെ. വിക്ടർ ബായ ഡെയിലി ഗെയിം. ഇത് ബ്ലിറ്റ്സ് ബെയിലി ഇപ്പോൾ വന്നത്. മാൻഡേക്ക് മാച്ച് പാസ്, അങ്ങനെയൊക്കെയാണ്. കുലുസോസ്കിയൊക്കെ ഉണ്ട്. കുലുസോസ്കി മെയിനായിരുന്നു കേട്ടോ നമ്മുടെ കുറേ കളി. 352 കളിയോളം കുലുസോസ്കിയും കളിച്ചിട്ടുണ്ട്. പിന്നെ പൗട്ടോറസ് ഗൈസ്, പിന്നെ റുഡീഗർ, ചലനകളു, അങ്ങനെ കുറേ പേരുണ്ട്. കൊബലിന് ഡെയിലി ഗെയിം. കുടിലെ കളക്ഷൻ ഇപ്പോൾ ഒന്നും ഫുൾ കണ്ടു കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ കുറേ ഹൈലൈറ്റ് കാർഡുകളുണ്ട് ഗൈസ്. ഞാൻ അടുത്ത് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബോറടി ആയിട്ട് തോന്നും. അതുകൊണ്ട് ഇങ്ങനെ കാണിച്ച് പോവാം. നല്ല പ്ലേസൊക്കെ വരുമ്പോൾ പറയുന്നേ. പിന്നെ നമ്മുടെ റൂബൻ നെവാസ്, ബെൻ വൈറ്റ്, ഡാർവിൻ നൂനസിനെ അറിയാലോ, മറ്റേ ഇതിൽ നിന്ന് എടുത്തത്. പിന്നെ ആൽബെർട്ടോ, ഇത് ബ്ലാക്ക് അനിമേഷൻ അടിച്ചിട്ടുണ്ട് നമുക്ക്, നമ്മുടെ ആദ്യത്തെ അവസാനത്തെ ബ്ലാക്ക് അനിമേഷൻ.
പിന്നെ കോളമോനെയാണ് ഞാൻ മറ്റേ ബാക്കിൽ നിന്ന് എടുത്തത്. പിന്നെ അതേ നമ്മൾ എടുത്തത് കീപ്പർ ലിവാക്കോവിക്കിനാണ്. പിന്നെ ഇനിയസ്റ്റ, വിനീഷ്യസ്, പിന്നെ സാല, റുഡീഗറിൻ്റെ ബെസ്റ്റ് കാർഡാണ് കേട്ടോ. പിന്നെ ഡെന്നിസ് ലോ, ഇർവിൻ, നെയ്മർ, മറഡോണ, പിസാറോ, മെൻഡിയറ്റ, ഇതൊക്കെ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. മെൻഡിയറ്റ, നെയ്മറും മറ്റേതും ഡെയിലി ഗെയിം. പിന്നെ പെറ്റിറ്റ്, ഡിക്സൺ, ടോണി ആദംസ്, ഡേവിഡ് ബെക്കാം, ഡ്രഗ്ബ, ഇതൊക്കെ. ഈ ഡിക്സന് പെറ്റിറ്റ് ഇതൊക്കെ നമുക്ക് മറ്റേ ഇത് നീട്ടിയാണ് അന്ന് ഫ്രീ ഡ്രൈവ് കൊടുത്തപ്പോൾ. മക്കലേലെ, റൊണാൾഡോ, ജോട്ട, നമ്മുടെ ഡിയാഗോ ജോട്ട ഉണ്ട് കേട്ടോ ഗൈസ്, കവറസ്കേലിയ, പിന്നെ ഗാഡിയോള്, റോഡ്രി, ജമാൽ മുസിയാല, ഡിലൈറ്റിൻ്റെ ഒക്കെ ബെസ്റ്റ് കാർഡായിരുന്നു. ഇപ്പം ഇറക്കാറില്ല. 765 കളി ഇറക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ തിയോ ഹെർണാണ്ടസ്, റോഡ്രി, എൻസോ, ലൗതാറോ, സെലിബട ബെസ്റ്റ് കാർഡാണ്. പക്ഷെ നമ്മൾ അധികം യൂസ് ആക്കിയിട്ടില്ല. നമ്മൾ റൈസ്, ഹരിക്കെയിൻ, സാനെ, റൂബൻ ഡയാസ്, പെഡ്രി, കെയ്ൻ, അങ്ങനെയൊക്കെ കുറേ പേരുണ്ട്. പാൽമർ, മെസ്സി, കാൻഡെ, കെവിൻ ഡിബ്രൂയിന, ബെല്ലിംഗ്ഹാം, എംബാപ്പെ, മുസിയാല, കക്കട ഫ്രീ ട്രൈ കിട്ടിയാണ് ഗൈസ്. സ്നൈഡർ, ബെക്കംബോർ മറ്റേ ഡെയിലി ഗെയിം, നക്കാട്ട, പിന്നെ നമ്മുടെ ഒസിമാൻ ഗൈസ്, പിന്നെ നമ്മുടെ വിനി, ആളൻഡ്, നമ്മുടെ ഇവൻ ഫിൽഫോഡൻ, പിന്നെ മെസ്സി, പിന്നെ നമ്മുടെ ബരേസി, ഡേവിഡ് വില്ല, ബാറ്റിസ്റ്റൂട്ട, റൈക്കാർഡ്, ബെല്ലിംഗ്ഹാം, ഇംഗ്ലണ്ട് ബാക്കിത്തെ ബെല്ലിംഗ്ഹാമാണ്. നമ്മുടെ ഹസാഡ് ഗേസ്, നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡുകളിൽ ഒരാളാണ് ഹസാഡ്. പിന്നെ നമ്മുടെ ഒലിവർ ഖാൻ മറ്റേ ഇതിൽ നിന്ന് കറക്കി കിട്ടിയതാണ്. എന്നിട്ട് ഞാൻ നേരെ പോയി മറ്റേ ഇവനെടുത്ത് ബെയിലിന. പിന്നെ നമ്മുടെ ടോപ്പ് റേറ്റിംഗ് കാർഡ് ക്രൈഫ്. ടോപ്പ് റേറ്റിംഗ് ശരിക്കും ഒസിമാനാണ്, 107 കയറും. എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ പ്ലേയേഴ്സ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ സബ് അടിക്കാണ്ടെങ്കിൽ വീഡിയോ കണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ് അടിച്ചേക്ക് ഗൈസ്. പിന്നെ നമ്മുടെ 2026 അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വരുത്തും. അപ്ഡേറ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ വരുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ് അടിച്ച് വെച്ചാലേ നിങ്ങൾക്ക് അതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഗൈസ് നമ്മൾ ഈ അക്കൗണ്ടിന് വേണ്ടി 1 രൂപ പോലും ഇതുവരെ മുടക്കിയിട്ടില്ല കേട്ടോ ഗൈസ്. അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടി ഉള്ളൊരു അക്കൗണ്ടാണിത്. ഇതാണ് എൻ്റെ മെയിൻ അക്കൗണ്ട് ഗൈസ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ശരി, ബൈ ഗൈസ്.